ഒരു സ്ട്രേ ബുള്ളറ്റ് പോലും കപ്പൽ പൊട്ടിത്തെറിക്കാൻ കാരണമാകാം. 23 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. US നേവി ഡിസ്ട്രോയർ USS പോർട്ടർ ഉൾപ്പെടെ ഒരു സംഘം യുദ്ധക്കപ്പലുകൾ ഗോൾഡൻ നോറിയെ ചുറ്റി. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. കെമിക്കൽ കാർഗോ കാരണം നേവിക്ക് അടുത്തെത്താനോ വെടിവെക്കാനോ കപ്പലിൽ കയറാനോ പറ്റില്ല. 15നും 20നും ഇടയിൽ പ്രായമായ ഒരു കൂട്ടം യുവാക്കൾ കടലിന്റെ സംരക്ഷകരായി മാറി. അവരെ ലോകം പൈററ്റ്സ് ഓഫ് സൊമാലി എന്ന് വിളിച്ചു. അവരുടെ വേദനയും പ്രതിഷേധവും ചേർന്ന് ആദ്യകാല കടൽ പ്രതിരോധ സംഘങ്ങൾ രൂപപ്പെട്ടു. കടലിൽ പോയാൽ മത്സ്യം കിട്ടുന്നില്ല, വീട്ടിൽ പോയാൽ കുട്ടികൾ രോഗത്തിൽ വലയുന്നു, തീരത്ത് പരാതിപ്പെടാൻ സർക്കാരില്ല, അധികൃതരില്ല. ഇതെല്ലാം കണ്ട് മനസ്സ് തളർന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയായി. ഇങ്ങനെ നമ്മുടെ കടൽ ആരാണ് കവർന്നെടുത്തത്? സൊമാലി പൈററ്റ്സ് പിടിച്ചെടുത്ത ഏറ്റവും നിർണായകമായ കപ്പലുകളിൽ ഒന്നായിരുന്നു MV ഫൈന. ഇതൊരു സാധാരണ ചരക്കുകപ്പലായിരുന്നില്ല. 33 സൈനിക ടാങ്കുകളും വലിയ തോതിൽ ആയുധങ്ങളും അതിലുണ്ടായിരുന്നു. ആയുധങ്ങൾ തെറ്റായ കയ്യിൽ പോകുമെന്ന ഭയത്തോടെ ലോകം മുഴുവനും ഈ സംഭവം വാർത്തയായി. ഒടുവിൽ വൻതുക മോചനദ്രവ്യം നൽകിയ ശേഷമാണ് MV ഫൈന മോചിപ്പിക്കപ്പെട്ടത്. രാജ്യത്ത് സൈന്യം, പോലീസ്, തീര സംരക്ഷണ സേന ഒന്നും പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ഓരോ പ്രദേശവും ഓരോ ക്ലാൻ നിയന്ത്രിക്കുന്ന വാർസോൺ പോലെയായി മാറി. ഭരണവും നിയമവും ഇല്ലാതായതോടെ തീരപ്രദേശങ്ങൾ അനാഥമായി. അതിലൂടെ ചൈന, തായ്വാൻ, ജപ്പാൻ തുടങ്ങിയ വിദേശ ട്രോളർമാർ നിയമവിരുദ്ധ മത്സ്യബന്ധനം തുടങ്ങി. ശക്തമായ മെറ്റൽ ഡ്രാഗ്നെറ്റ്സ് ഉപയോഗിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ട് കീറി. സൊമാലിയ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ദൃശ്യങ്ങളുണ്ട്. പട്ടിണിയും കടൽ കൊള്ളയും മാറാ രോഗമായി പിടിപെട്ടിരിക്കുന്ന ദൃശ്യം. എങ്ങനെയാണ് ഒരു കാലത്ത് സമൃദ്ധമായ മത്സ്യസമ്പത്തുള്ള സൊമാലിയ പട്ടിണിയുടെ പര്യായമായി മാറിയത്? എങ്ങനെയാണ് സൊമാലിയയുടെ മീൻ പിടുത്തക്കാർ കടൽ കൊള്ളക്കാരായത്? 2007 ഒക്ടോബറിലാണ് സൊമാലി പൈറസി ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ജാപ്പനീസ് കെമിക്കൽ ടാങ്കറായ ഗോൾഡൻ നോറി സൊമാലിയയുടെ വടക്കൻ തീരത്തിന് സമീപത്തുകൂടി പോകുന്നു. അതേസമയം ചെറിയ സ്പീഡ് ബോട്ടുകളിൽ വന്ന സൊമാലി പൈററ്റ്സ് കപ്പലിനെ തടഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് കൊള്ളക്കാർ കപ്പലിൽ ലാഡർ ഉപയോഗിച്ച് കയറുകയും ഗോൾഡൻ നോറിയുടെ ബ്രിഡ്ജ് പൂർണ്ണമായി കൈവശപ്പെടുത്തുകയും ചെയ്തു. കപ്പലിൽ മാരകമായ ബെൻസീൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. ഒരു സ്ട്രേ ബുള്ളറ്റ് പോലും കപ്പൽ പൊട്ടിത്തെറിക്കാൻ കാരണമാകാം. 23 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. US നേവി ഡിസ്ട്രോയർ USS പോർട്ടർ ഉൾപ്പെടെ ഒരു സംഘം യുദ്ധക്കപ്പലുകൾ ഗോൾഡൻ നോറിയെ ചുറ്റി. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. കെമിക്കൽ കാർഗോ കാരണം നേവിക്ക് അടുത്തെത്താനോ വെടിവെക്കാനോ കപ്പലിൽ കയറാനോ പറ്റില്ല. ഗോൾഡൻ നോറി 48 ദിവസത്തോളം സൊമാലി തീരത്ത് തന്നെയായിരുന്നു. ഒടുവിൽ $1 മില്യൺ മോചന ദ്രവ്യം കൊടുത്ത് കപ്പൽ സ്വതന്ത്രമാക്കി. ഗോൾഡൻ നോറി സംഭവം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയെങ്കിലും സൊമാലി പൈറസിയുടെ യഥാർത്ഥ കഥ അതിനും പല വർഷങ്ങൾ മുൻപാണ് തുടങ്ങുന്നത്. സൊമാലിയ ഒരു കാലത്ത് ശക്തമായ കേന്ദ്രഭരണ രാജ്യമായിരുന്നു. 1960-ൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ജനാധിപത്യ സർക്കാർ നിലവിൽ വന്നു. പക്ഷേ 1969-ൽ സർക്കാരിനെ അട്ടിമറിച്ച് ജനറൽ സെയ്ദ് ബാരെ സൈനിക കൂയിലൂടെ അധികാരം പിടിച്ചു. ആദ്യകാലത്ത് ബാരെ രാജ്യത്തെ ഏകീകരിക്കുകയും വികസന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഭരണകൂടം അടിച്ചമർത്തലിലും അഴിമതിയിലും മുങ്ങിപ്പോയി. ആയിരത്തി 1977-78 ഒഗാദൻ യുദ്ധം പരാജയപ്പെട്ടതോടെ സൊമാലിയയുടെ സാമ്പത്തിക അവസ്ഥ പൂർണ്ണമായി തകർന്നു. ജനങ്ങളിലെ അസഹിഷ്ണുതയും വർദ്ധിച്ചു. 1980-കളുടെ അവസാനം
ബാരയുടെ ഭരണത്തിനെതിരെ വിവിധ ക്ലാൻ ബേസ്ഡ് ആയുധ സംഘങ്ങൾ ഉയർന്നു വന്നു. 1991 തലസ്ഥാനമായ മൊഗാദിഷുവിലേക്ക് കലാപ സംഘങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ സെയ്ദ് ബാരെ രാജ്യം വിട്ടോടി. അതോടെ സൊമാലിയയിൽ ഒരൊറ്റ ദേശീയ സർക്കാർ പോലും നിലനിൽക്കാതെ പോയി. രാജ്യത്ത് സൈന്യം, പോലീസ്, തീര സംരക്ഷണ സേന ഒന്നും പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ഓരോ പ്രദേശവും ഓരോ ക്ലാൻ നിയന്ത്രിക്കുന്ന വാർസോൺ പോലെയായി മാറി. ഭരണവും നിയമവും ഇല്ലാതായതോടെ തീരപ്രദേശങ്ങൾ അനാഥമായി. അതിലൂടെ ചൈന, തായ്വാൻ, ജപ്പാൻ തുടങ്ങിയ വിദേശ ട്രോളർമാർ നിയമവിരുദ്ധ മത്സ്യബന്ധനം തുടങ്ങി. ശക്തമായ മെറ്റൽ ഡ്രാഗ്നെറ്റ്സ് ഉപയോഗിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടു കീറി. അതിലൂടെ ലോബ്സ്റ്റർ പോലുള്ളവയുടെ ബ്രീഡിംഗ് സ്ഥാനങ്ങൾ വരെ നശിച്ചു. ചെറിയ വഞ്ചിയിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന സൊമാലിയൻ ബോട്ടുകൾ പലതും ട്രോളിംഗ് വലയിൽ കുടുങ്ങി തകർന്നുപോയി. ചിലപ്പോൾ ആളുകൾ തന്നെ ഡ്രാഗ്നെറ്റിൽ കുടുങ്ങി മരിക്കുകയും ചെയ്തു. 2004 മഹാസുനാമി അതിന്റെ ഏറ്റവും ഭീകരരൂപം തുറന്നു കാട്ടിയപ്പോൾ കടലിൽ വിദേശ രാജ്യങ്ങൾ കൊണ്ടുതള്ളിയ രാസവസ്തുക്കൾ വലിയ തിരമാലകളിൽപ്പെട്ട് കരയിലെത്തി. അതിന്റെ ഫലമായി തീരഗ്രാമങ്ങളിൽ മസ്തിഷ്ക ജ്വരം പോലെയുള്ള അസ്വാഭാവിക രോഗങ്ങളും പടർന്നു. ഇത് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തി. കടലിൽ പോയാൽ മത്സ്യം കിട്ടുന്നില്ല, വീട്ടിൽ പോയാൽ കുട്ടികൾ രോഗത്തിൽ വലയുന്നു. തീരത്ത് പരാതിപ്പെടാൻ സർക്കാരില്ല, അധികൃതരില്ല. ഇതെല്ലാം കണ്ട് മനസ്സ് തളർന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയായി: ഇങ്ങനെ നമ്മുടെ കടൽ ആരാണ് കവർന്നെടുത്തത്? അതിനെതിരെ നാം എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ 15നും 20നും ഇടയിൽ പ്രായമായ ഒരു കൂട്ടം യുവാക്കൾ കടലിന്റെ സംരക്ഷകരായി മാറി. അവരെ ലോകം പൈററ്റ്സ് ഓഫ് സൊമാലി എന്ന് വിളിച്ചു. അവരുടെ വേദനയും പ്രതിഷേധവും ചേർന്ന് ആദ്യകാല കടൽ പ്രതിരോധ സംഘങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് അവ പൈറസിയിലേക്ക് വളർന്നു. തുടക്കം വിദേശ മത്സ്യക്കപ്പലുകളെ തടയലായിരുന്നു. ചെറു ബോട്ടുകളിൽ പോയി അവരോട് വഴി തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുക, ചിലപ്പോഴൊക്കെ പണം വാങ്ങി വിട്ടയക്കുക. എന്നാൽ സൊമാലിയയിലെ അസ്ഥിരത സ്ഥിരമായതോടെ ആയുധങ്ങൾ ലഭ്യമാകുകയും ചില വിഭാഗത്തിലെ നേതാക്കൾ ഈ യുവാക്കളെ പിന്തുണയ്ക്കുകയും ചെയ്തു. പണമുണ്ടാകുന്ന ഒരു മാർഗമാണെന്ന് കണ്ടപ്പോൾ വിദേശ ഫിഷിംഗ് വെസൽസ് മാത്രമല്ല, വലിയ ചരക്കു കപ്പലുകളും എണ്ണക്കപ്പലുകളും അവരുടെ ലക്ഷ്യമായി. 2008 സൊമാലി പൈററ്റ്സ് പിടിച്ചെടുത്ത ഏറ്റവും നിർണായകമായ കപ്പലുകളിൽ ഒന്നായിരുന്നു MV ഫൈന. ഇതൊരു സാധാരണ ചരക്കുകപ്പലായിരുന്നില്ല. 33 സൈനിക ടാങ്കുകളും വലിയ തോതിൽ ആയുധങ്ങളും അതിലുണ്ടായിരുന്നു. ആയുധങ്ങൾ തെറ്റായ കയ്യിൽ പോകുമെന്ന ഭയത്തോടെ ലോകം മുഴുവനും ഈ സംഭവം വാർത്തയായി. ഒടുവിൽ വൻതുക മോചനദ്രവ്യം നൽകിയ ശേഷമാണ് MV ഫൈന മോചിപ്പിക്കപ്പെട്ടത്. ഇത് പൈറസിയെ പ്രാദേശിക പ്രശ്നത്തിൽ നിന്നും ആഗോള സുരക്ഷാ വിഷയമാക്കി മാറ്റി. 2005-2012 കാലയളവിൽ സൊമാലി പൈററ്റ്സ് ആകെ $400 മില്യൺ മോചനദ്രവ്യം നേടിയെടുത്തു എന്നാണ് കണക്കുകൾ. സൊമാലി പൈറസി അതിന്റെ പാരമ്യത്തിലെത്തിയ 2010-11 കാലഘട്ടത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹം പൈറസിയെ നേരിടാൻ കർശനമായി രംഗത്തിറങ്ങി. യുണൈറ്റഡ് നേഷൻസ് സൊമാലിയയുടെ തീരത്ത് ഹ്യൂമാനിറ്റേറിയൻ സഹായവും സുരക്ഷാ സംവിധാനങ്ങളും കോസ്റ്റ് ഗാർഡ് പരിശീലന പദ്ധതികളും കൊണ്ടുവന്നു. ഇതോടെ പൈറസിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചില പ്രാദേശിക സംഘങ്ങൾക്ക് സാമ്പത്തിക സാധ്യതകൾ കുറയാൻ തുടങ്ങി. ഇതോടൊപ്പം ലോകത്തിലെ നിരവധി രാജ്യങ്ങളുടെ നാവികസേനയും സൊമാലിയൻ തീരത്തിന് സമീപം സംയുക്ത കടൽ പട്രോളിംഗ് ആരംഭിച്ചു. ഈ ശ്രമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നാവികസേന ഗൾഫ് ഓഫ് ഏദനിൽ സ്ഥിരമായി പട്രോൾ ചെയ്തു. നിരവധി ചരക്കു കപ്പലുകൾ പൈററ്റ്സിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ചിലപ്പോൾ പൈററ്റ് ബോട്ടുകൾ പിന്തുടർന്ന് നിഷ്ക്രിയമാക്കുകയും ചില ഹോസ്റ്റേജ് റെസ്ക്യൂ ചെറുത്തുനിൽപ്പുകളും നടത്തി. ഇന്ത്യ നടത്തിയ ശക്തമായ ഇടപെടലുകൾ അറേബ്യൻ സീയും ഗൾഫ് ഓഫ് ഏദനും വിലക്കപ്പെടാത്ത കടൽ പാതകളാക്കി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഇവയെല്ലാം ചേർന്നപ്പോൾ 2013 ശേഷം സൊമാലി പൈറസി 90% കുറഞ്ഞു. 2017 ശേഷം കൊച്ചു കൊച്ചു കടൽ കൊള്ളകൾ ഒഴിച്ചാൽ ഹൈജാക്കുകൾ ഇല്ലാതെയായി. സൊമാലിയൻ പൈററ്റ്സിന്റെ കഥ ഒരു കുറ്റകൃത്യത്തിന്റെ ചരിത്രമല്ല. സമുദ്ര സമ്പത്ത് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നിരാശയും നിയമമില്ലാതായ ഒരു ഭൂമിയുടെ നിസ്സഹായതയും
കടലിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ ദാരുണമായ പ്രതികരണങ്ങളുടെയും ചേർത്തുവെക്കലാണ്.